ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കുറുക്കു കാളൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുറുക്ക് കാളൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 വാഴക്കയും ഒരു ചെറിയ കഷ്ണം ചേനയും എടുത്തു വെച്ചിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതുപോലെ മീഡിയം സൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ വാഴക്കയും ചേനയൊക്കെ ഞാനിപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതൊരു മൺചട്ടിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മുങ്ങാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർക്കണം. അപ്പോൾ നമ്മൾ മുളക് പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. മുളക് പൊടി ഒരുപാട് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാളൻ ആ ഒരു യെല്ലോ കളറ് കിട്ടില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു കളറ് കിട്ടുള്ളൂ നമ്മുടെ കാളന്. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ 2 പച്ചമുളക് ഇത്രയുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇനിയിപ്പോൾ കുറച്ച് ജീരകം കൂടി ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോണത്. 1/2 ടീസ്പൂൺ ജീരകം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് അതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മളെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഉടഞ്ഞൊന്നും പോകരുത്, പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിനകത്തേക്ക് നമ്മളെ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ തേങ്ങ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ കറീൻ്റെ അകത്ത് ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ കറി നല്ല കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. തൈരും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലൂസായി പോകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളൊരു 1/2 ഗ്ലാസ് നല്ല പുളിയുള്ള തൈര് ഞാനിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവർ പുളിയൊന്നും പാടില്ല, പാകത്തിനുള്ളൊരു പുളിയുള്ള തൈരായിരിക്കണം നമ്മൾ ചേർക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒരിക്കലും തിളപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വറ്റൽ മുളകും അതുപോലെ തന്നെ കടുകും ചേർത്തൊന്ന് താളിക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ താളിപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇട്ട ബീട്രൂട്ട് പച്ചടിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.